വലിയ പള്ളിയിലെ പെരുന്നാൾ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ചന്ദനക്കുടമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആനയപ്പള്ളിയിലെ കുരിശു പെരുന്നാളിനോടനുബന്ധിച്ചുള്ള റാസയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മതമൈത്രിക്ക് പേരുകേട്ട കേരളത്തിൽ ഇന്നും ആചരിച്ചു പോരുന്ന രണ്ട് പള്ളികളിലെ സമാഗമമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റി സാറേ? വഴി ബ്ലോക്കാണോ സാറേ? സാറേ എന്ത് പറ്റി? വീണ്ടും ബ്ലോക്കാണോ? സുരേന്ദ്ര, എന്ത് പറ്റി? വണ്ടിയൊന്നും പോകുന്നില്ല. ഞാൻ ചെന്ന് നോക്കട്ടെ. സുരേന്ദ്ര, ബ്ലോക്കാണ്. അവിടെ ഒരാനയെ ലോറി അടിച്ച ആന വഴി ചെരിഞ്ഞു കിടക്കുകയാണ്. ക്രെയിൻ വന്ന് മാറ്റണം. ഇന്നത്തെ കാര്യം മഹാകഷ്ട. അല്ല സാറെങ്ങോട്ടാ? ഇവൻ ആചാര്യ അസുഖം തുടങ്ങിയെന്നാ തോന്നണേ. അല്ല, ആനയ്ക്ക് എന്താ പറ്റിയത്? ആനയെ ലോറി ഇടിച്ചു. വഴി ബ്ലോക്കാ. ഇനി ക്രെയിൻ വന്ന് മാറ്റണം. അത് ശരി. രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യിക്കുന്ന ആനയ്ക്ക് റിഫ്ലക്ടർ പിടിപ്പിക്കണമെന്നാ നിയമം. അത് നിയമം ആര് പാലിക്കാനാ? നിയമം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അവിടെ വലിപ്പച്ചെറുപ്പം നോക്കേണ്ട കാര്യമില്ല. അല്ല സാറേ, ആനയുടെ എവിടെയാ റിഫ്ലക്ടർ പിടിപ്പിക്കുക? ആനയുടെ പിൻകാലിലോ വാലിലോ പിടിപ്പിക്കാവുന്നതാണ്. നടക്കടാ. ആനയുടെ പിൻകാലിൽ ഇത് സാറേ, ഈ ബസ് എപ്പോഴാ തിരുവനന്തപുരത്ത് എത്താ? സാറേ, ഈ ബസ് എപ്പോഴാ തിരുവനന്തപുരത്ത് എത്താന്ന്? ഇത് എത്തുമ്പോ എത്തും. അല്ല, ദൈവത്തിന് മാത്രമേ അത് അറിയുള്ളൂ. അല്ല, ആചാര്യക്ക് എന്താ പ്രശ്നം? സമയാസമയങ്ങളിൽ ആചാര്യന്റെ കാര്യങ്ങൾ നടക്കുന്നില്ലേ? ആചാര്യന്റെ മൂത്രമൊഴിപ്പ് നന്നായിട്ട് നടക്കുന്നില്ലേ? പിന്നെന്താ? നിങ്ങൾ ആ പറഞ്ഞു തരാം. നമ്മൾ ടാക്സി വിളിച്ചു പോകുകയാണെങ്കിലും ഇത്ര സുഖമായിട്ട് നടക്കൂല. അല്ല സാറേ, റോഡൊക്കെ നന്നായി നമ്മൾ പോയാലാ? എങ്ങനെ പോവാ? ആചാര്യന്റെ അസുഖം വേറെ പലർക്കും തുടങ്ങി. കണ്ടില്ലേ കള്ളനും പോലീസും പോയത്? വല്ലാത്തൊരു കോളാണല്ലോ. സത്യം പറയാലോ സാറേ, നമ്മളെ ബസ് ഓഫീസിൽ വണ്ടി അങ്ങനെ നിർത്തിയാലും മുട്ടിയാലും അള്ളാണ് നമ്മൾ പോവില്ല. എന്താപ്പാ? നമ്മളെ മൂത്രപ്പേരേക്ക് അടുക്കാൻ പറ്റുമോ? നാറിയിട്ട് നാറ്റം മാത്രം. നമ്മൾ കാലൊന്ന് കുത്തണെങ്കിൽ ഇങ്ങനെ നടക്കണം. നമ്മളെ മൂത്രപ്പേരേക്ക് നമ്മളെങ്ങനെ പോകും? നിങ്ങൾ പറയും. ആചാര്യ, സാക്ഷര കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപമാണത്.
വൃത്തിമെടുപ്പും നമ്മളുടെ ശരീരത്തിലും വാക്കിലും മാത്രം. നിങ്ങൾ ആ പറഞ്ഞ നേര് നേര് നേര്. ഒളിമ്പിക്സിൽ പരിസര മലിനീകരണത്തിന്റെ കാര്യത്തിൽ ഒരു മത്സരം സംഘടിപ്പിച്ചാൽ ദൈവത്തിനാണ്, ദൈവത്തിന്റെ ഈ സ്വന്തം നാട് മെഡൽ നേടും. ഇന്റെ ഷാറെ നമ്മള് മൂത്ത മോണ്ടിച്ചു ഒറ്റപ്പോന്റെ പേര് ബഷീർ വേറെ മറന്നുകൾ കുറ്റാള് കുറെ വാർത്തകൾ ഓൻ സൗദർബിയിലാണ്. ഇന്റെ ഷാറെ നമ്മളൊരിക്കൽ ഓൻ സൗദർബിക്കൊന്ന് കൊണ്ടുപോയി. നിങ്ങളോട് പറയുകയാണെങ്കിൽ അവിടെ തുപ്പാൻ സ്ഥലം അവിടെ ആരും തുപ്പാറില്ലേ? ചെല്ലെന്ന് അത്രക്ക് വൃത്തിയാണെന്ന് തുപ്പാൻ തോന്നില്ല. അത് ശരി. അല്ല എന്റെ ഒരു സൗണ്ട് കേട്ടില്ല. എവിടെ ഒരു അച്ചങ്ങള് കേട്ടില്ല? ഇത് വള്ളംകളിയുടെ ശബ്ദമാണ്. നെഹ്റു ട്രോഫി അടക്കല്ലേ, അതിന്റെ റിഹേഴ്സൽ മറ്റോ ആണ് തോന്നുന്നത്. വെറുതല്ല, വള്ളം അളകിയാകുമ്പോ തുടങ്ങി നാട്ടം. ഇത് ആലപ്പുഴയാണ്, സൂക്ഷിക്കണം. ഈ ആലപ്പുഴക്കാരെ കുറ്റം പറയുന്ന അവർക്ക് ഇഷ്ടല്ല. അതെ, ടൂറിസം മേഖലയാണ്. അങ്ങനെയുണ്ട് പ്രശ്നം. ഇന്റെ ഷാറെ നമ്മളെ നാട്ടിൽ ഏതായാലും വന്നു കുടുങ്ങി. നമ്മളെ നാട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വള്ളംകളിയില്ല. നല്ലൊരു വള്ളം പോലും നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. ഏതായാലും ബസ് മുടങ്ങി കിടക്കാണല്ലോ. നമ്മളൊന്ന് കണ്ടിട്ട് വരാം. കൊള്ളാം, പെട്ടെന്ന് വന്നോളാം. നമ്മൾ വേഗം വരുന്നേ, കാണാൻ വരാം കേട്ടാ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം, വരവേൽക്കാനാള് വേണം, കോടി തോരണങ്ങൾ വേണം. വിജയശ്രീരാളിതരായി വരുന്നു ഞങ്ങൾ. കറുത്ത ചിറകു വെച്ചു അരയെന്ന കിളി പോലെ കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ. തോൽവി എന്തെന്നറിയാത്ത, തല താഴ്ത്താനറിയാത്ത കാവലൻ ചുണ്ടനീതാ ജയിച്ചു വന്നു. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുവെണ്ണെ കുയിലാലെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. പമ്പയിലെ പൊന്നോളങ്ങൾ ഓടി വന്നു പുണരുന്നു. അങ്കവയിൽ നെറ്റിയിന്മേൽ കൊട്ടുകുത്തുന്നു. തെങ്ങോലകൾ പൊന്നോലകൾ മാടി മാടി വിളിക്കുന്നു. തെന്നൽ വന്നു വെഞ്ചാമരം വീശിത്തരുന്നു. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുവെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ചമ്പക്കുളം പള്ളിക്കൊരു വള്ളംകളി പെരുന്നാള്. അമ്പലപ്പുഴയിലൊരു ചുറ്റുവിളക്ക്. കരുമാടിക്കുട്ട നിന്നു പനി നീർക്കാവടിയാട്ടം. കാവിലമ്മയ്ക്കുന്നു രാത്രി കേരുടൻ തൂക്കം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുവെണ്ണെ കുയിലാലെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. വരവേൽക്കാനാള് വേണം, കോഴി തോരണങ്ങൾ വേണം. വിജയശ്രീയാളിതരായി വരുന്നു ഞങ്ങൾ. വള്ളംകളിയൊക്കെ കണ്ടില്ലേ? വർത്താനൊന്നും പറയാനില്ല സാറേ. എന്ത് രസമല്ല വള്ളംകളി, നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല.
കഥയ്ക്ക് നമുക്ക് ബസ് കയറിയിട്ട് പറയാം. പക്ഷെ നമ്മളിത് കാര്യം ഞങ്ങൾ വരാന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ നമ്മളൊന്നും വരൂല. മാറിയില്ലേ പോവാം. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ കള്ള മണ്ട തൊണ്ടി കാണുന്നില്ല. എന്താ ഓർഡർ? എന്താ പ്രശ്നം? തൊണ്ടി കാണുന്നില്ല. തൊണ്ടി കാണാനില്ലല്ലോ. മനസ്സിനെ ബേജാറാക്കി സാറേ ഉണ്ടല്ലോ. ചാക്കേ ഉള്ളു, അതിനകത്ത് സാധനമില്ല. ഈ പ്രതിയുടേതല്ലാതെ അത് വേറൊരു തെണ്ടിയുടെ തൊണ്ടിയാ. അതൊന്നല്ല. എന്താ സാറേ പറയാൻ പറ്റാത്ത വല്ലതും ആണോ? പറയാൻ പറ്റാത്ത സാധനമൊന്നും അല്ല. രണ്ട് മൂർഖൻ പാമ്പാ. എന്താ സാറേ മൂർഖൻ പാമ്പിനെ കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്? അതൊരു അബദ്ധം പറ്റി. അബദ്ധം എന്ത് പണിയാ സാറേ കാണിക്കുന്നത്? യാത്രക്കാർ പോകേണ്ട ബസ്സിലാണോ പാമ്പിനെ കൊണ്ട് വരുന്നത്? സാറാരാ പാമ്പ് വേലായതരോ? അതൊരു അബദ്ധം പറ്റിയതാ, ഒന്ന് ക്ഷമിച്ചു. പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്നു കേട്ടോ. എന്നിട്ടപ്പ ഈ പണി ചെയ്ത് ഒന്നും പറയണ്ട, അത് ഇവന്റെ കഴിഞ്ഞ ഒരു അബദ്ധം പറ്റി. എന്താ അബദ്ധം? യാത്രക്കാർ സഞ്ചരിക്കേണ്ട ബസ്സിലാ പാമ്പിനെ കൊണ്ട് സഞ്ചരിക്കുന്നത്. ഇനെന്താ പരിപാടി? കൊല്ലം ഡിപ്പോയിൽ അറിയിക്കണം പോണെന്ന് വെച്ചാൽ. അത്യാവശ്യം അനുവൃത്തി ആ പാസ് തരും. കിട്ടണ ബസ്സിൽ യാത്ര ചെയ്യാ. കൊല്ലം ഡിപ്പോയില് അവരറിയിച്ചതിന് ശേഷം മാത്രമേ വണ്ടി വിടുള്ളൂ. പിന്നെ ആരെങ്കിലും പാമ്പ് ഇടിച്ച് ചത്തു കഴിഞ്ഞാൽ ഞാൻ തൂങ്ങും, മനസ്സിലായോ? ഡിപ്പോയ്ക്കൊന്ന് വിളിക്കും സാറേ. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, കൊല്ലം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാന കലോത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് എ ഗ്രേഡിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട ചില ഇനങ്ങൾ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ സംസ്ഥാന കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന കൊല്ലം ജില്ലയിലേക്ക് 4 പോയിന്റുകൾ ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പീലിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരുപാട് കലാപരിപാടികൾ മാറ്റിവെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പേടിക്കണ്ട, ബസ്സിന്റെ ഉള്ളിൽ പാമ്പ്. ഓര് കലോത്സവം എന്ത് കിട്ടാതെ അല്ലാത്തൊരങ്കാണ് ഇങ്ങനെയുണ്ട് മനുഷ്യന്മാര്. പണ്ടൊക്കെ അവരൊക്കെ കലാതിലകങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു. ഇപ്പൊ എല്ലാവരും റിയാലിറ്റി ഷോയുടെ പിന്നാലെയാണ്. കിട്ടിയ ഫ്ലാറ്റ് ഇല്ലെങ്കിൽ ഫ്ലാറ്റ്. സാറേ എന്തായാലും കലോത്സവം കണ്ടിട്ട് കുറെ കാലമായി, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ. നമ്മളിപ്പോ എന്താ ചെയ്യാ പട്ടത്തമ്പുരാനെ? വഴിക്ക് പോയി സാറേ. അല്ല സാറേ, നമ്മളിപ്പോ എന്താ ചെയ്യാ? എപ്പോഴും ഈ ബസ് പോകും അതും അറിയില്ല. തുക്കുറേ നമ്മക്ക് അവിടെ പോയി ചായ കുടിച്ചാ ഒരു കാര്യമുണ്ട്. ഓണോ കൊള്ളാം, ഈ പയ്യനെ കൊണ്ട് പോയി. ഓന് കൊണ്ടേ നമ്മൾ പോവുള്ളൂ. ഈ പാമ്പ് വെച്ചിട്ട് നമ്മളോടൊക്കെ നമുക്ക് വിരാവുന്നില്ലല്ലോ. നമുക്ക് പത്തനുണ്ടെങ്കിലും കുഴപ്പമില്ല. അല്ല സുരേന്ദ്ര, അവിടെ എന്തോ കാണുന്നല്ലോ. ചായക്കട പറ്റിയാണോ സാറേ? ഒരു ചായ കുടിച്ചോന്നാലും. ചായ കുടിക്കാൻ പക്ഷേ യാത്രക്കാരുടെ ലഗേജ് ഒക്കെ വണ്ടിയിലിരിക്കല്ലേ? അതിലല്ലേ നമ്മളുടെ ബഹുമാനപ്പെട്ട കള്ളനും നമ്മുടെ പോലീസ് കൊടുക്കുന്നത്. അവർ കാവലിക്കട്ടെ, അത് മതിയല്ലോ. സാറേ, ഇനി ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യോടാ? തന്നെയുമല്ല,
തൊണ്ടിയില്ലാതെ ചെന്നാൽ എന്റെ തൊപ്പി. സാറേ ഈ കെട്ടൊന്ന് അടിച്ചു തരാമോ? സാറിന് എത്ര തൊപ്പി വേണം? ഞാൻ അടിച്ചു മാറ്റി തരാം. അല്ല സാറേ, ഈ പാമ്പിനെ DF ഓഫീസിൽ കൊടുക്കാനല്ലായിരുന്നു ഏൽപ്പിച്ചിരുന്നത്? അതെ. സാർ അവരോട് പറയണം മേനകാന്തിയെ പേടിച്ച് അതിനെ കാട്ടിലങ്ങ് തുറന്നു വിട്ടുന്നു. അങ്ങനെ പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ലടാ. അവർക്ക് ഞങ്ങളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ അതിനെ DF ഓഫീസിൽ ഏൽപ്പിക്കണമെന്ന് കോടതി ഉത്തരവിട്ടത്. അതുമല്ല, അപ്പൊ കോടതിക്കും പോലീസിനെ നല്ല വിശ്വാസമാണ്. ഏതായാലും പോലീസ് ആ വിശ്വാസം കാക്കുകയും ചെയ്തു. എടാ, തമാശ പറഞ്ഞ് തള്ളിക്കളയല്ലേ. എനിക്കൊരു വഴി പറഞ്ഞതാ. വഴി ഈ പെഴുവഴി തന്നെ. അല്ല സാറേ, തോണ്ടേ അവിടെ പരിപാടിയൊക്കെ തുടങ്ങാറായി. നമുക്ക് പോയി അവങ്ങാനം കാണാം. തന്നെയുമല്ല, ബസ് ചെക്ക് ചെയ്യാൻ ഇവിടെ ആൾക്കാർ വരുമ്പോ നമ്മളെ കണ്ട അവര് വല്ലതൊക്കെ ചോദിക്കും. ഏത്? അത് ശരിയാ. പക്ഷെ അവിടെ ചെന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാ അതില്ല സാറേ, അത് तजं तरित तदिमित किट तक तगत तदिंगिण तुम तारि तजं तरित तदिमित किट तक तगत तदिंगिण तुम तारि तजं तरित तदिमित किट तक तगत तदिंगिण तुम तारि तजं धीमी धीमी